വേദനിപ്പിക്കരുത് ഒരാളിനെ. സ്ക്രീനിൻ്റെ പുറകിൽ നിൽക്കാൻ വേണ്ടിയാണ്. എന്തിനൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കണം? ഞാൻ നിങ്ങൾ എന്തും ചെയ്ത എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇങ്ങനെ ആൾക്കാർക്ക് സഹായിക്കേണ്ട, കിട്ടുന്ന എല്ലാ പണിക്കും പോകുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം. എന്നാ ഞാൻ പോട്ടെ. അമ്മേ നമസ്കാരം. അപ്പോ ഇതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ വീട് കേട്ടോ. വളരെ പരിമിതികളുള്ള ഒരു ചെറിയൊരു വീട്ടിലാണ് ഉണ്ണിക്കണ്ണനും അച്ഛനും അമ്മയും ചേച്ചിയും മക്കളും ഉണ്ട്. പെങ്ങളും പെങ്ങളെ കൊച്ചും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത്. അപ്പോ അച്ഛനെന്താ വർക്ക് എന്താണ്? ഞാൻ ഫിഷറീസിൽ മങ്ങളുടെ മീൻ പിടിക്കാൻ പോകുന്നു. അങ്ങനെയാണ്. ഓക്കെ. അമ്മയ്ക്ക് സ്കൂളിൽ ചെറിയൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനിൽ കാണുന്ന കുറച്ച് പ്രത്യേകതകളൊന്ന് പറയൂ. അവൻ നല്ല എന്താണ് കുട്ടിയാണ്. എന്ത് കാര്യത്തിനാണെങ്കിലും ആർക്കാണെങ്കിലും ഓടി വെക്കും, എന്ത് സഹായം ചെയ്യും. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും പെങ്ങന്മാർക്കാണെങ്കിലും പുറമെ ഉള്ളവർക്കാണെങ്കിലും വലിയ കുഴപ്പമില്ല. എൻ്റെ മകനാണ് പറഞ്ഞിട്ട് പറയണത്. അല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും വെളിയിൽ എല്ലാവർക്കും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ അവനിങ്ങനെ ഈ വിജയുടെ ആരാധന മൂത്തത് ഇങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അവന് അതാണ് താല്പര്യം. അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും പറയാം. അത് അവൻ ഒഴിവ് ദിവസങ്ങൾ മാത്രമാണോ ചെയ്യുന്നത്? ഒഴിവ് ദിവസങ്ങളിലും പിന്നെ ചെയ്യും. അല്ലാത്ത ദിവസം പണി ഉണ്ടെങ്കിലും പണി കഴിഞ്ഞിട്ടാണെങ്കിലും വന്നിട്ട് പോകാറുണ്ട്. അല്ലാതെ പണിക്ക് പോകാതിരിക്കുന്ന? പണിക്ക് പോകാതിരിക്കില്ല, പണിക്ക് പോകും. എന്ത് പണി ഉണ്ടെങ്കിലും എന്ത് പണിക്കാണെങ്കിലും പോകും അല്ലേ? ഓക്കെ. ഒരു വിഭാഗം കളിയാക്കും, ഒരു വിഭാഗം നല്ലത് പറയും. അപ്പൊ ഏതൊരു കാര്യത്തിനും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് നമ്മൾ പറയുന്ന പോലെ. അപ്പൊ ഈ കളിയാക്കുന്നവരോട് അച്ഛന് കൊടുക്കാനുള്ള മറുപടി എന്താ? കളിയാക്കുന്നവൻ അത് കളിയാക്കി കൊണ്ടിരുന്നോട്ടെ. നമ്മളത് കിട്ടുന്ന പറഞ്ഞിട്ട് ഇതിനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തെങ്കിലും അതിനെ പിടിച്ചൊരു തൊഴിൽ കിട്ടിയതാണ് സിനിമയിൽ അതുകൊണ്ട് നടത്തുന്നോട്ട് കാലം കുറയായി. ഇതുവരെയൊന്നും കണ്ടിട്ടില്ല. ചെന്നൈയിലൊക്കെ പോയി അത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ പോയിട്ട് വന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. മദ്യം കഴിക്കലോ അല്ലെങ്കിൽ വല്ല പുകവലിയോ അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. പുറത്ത് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇതിനോട്. കുഴപ്പമൊന്നുമില്ല. ഈ ആളുകൾ പറയുന്ന പോലെ അല്ലെ? ഈ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ ഇരുന്ന് ഓരോന്ന് കുരയ്ക്കുന്ന പോലെയല്ല കാര്യങ്ങളെ നടക്കും. നാട്ടുകാർക്ക് എല്ലാവർക്കും താല്പര്യമാണ്. പിന്നെ പാലക്കാട് ഈ ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ വരുമ്പം കുറേ പൈസ പെങ്ങളുടെ നിന്നൊക്കെ മേടിച്ച് കുറേ പഴമൊക്കെ മേടിച്ച് അതൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷണം കൊടുത്തു. 100-150 ആൾക്ക് ഭക്ഷണം ഉണ്ടായി. അവിടുന്ന് ചാനലിൽ പറഞ്ഞ് മേടിച്ച് കൊടുത്തു. അവൻ ഒരു സഹായം തന്നെയല്ലേ. അപ്പോ വിജയിനെ കാണണം എന്നാണ് ഉണ്ണിക്കുട്ടൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? എനിക്ക് മലയാളത്തുള്ളവരിന് എല്ലാവരും ഇഷ്ടമാണ്. വിജയണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ ഒരു പടവും കൂടെ ആൾക്കുള്ളൂ. ഇപ്പോൾ കോട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് കോട്ടിൻ്റെ കാണാൻ പോയി ഒരു മിന്നായം പോലെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടല്ലോ. പിന്നെ വോട്ടിൻ്റെ അന്ന് ഒന്നും കാരണം മുന്നേ എത്തി നടന്നില്ല. അപ്പോൾ ആൾ ഇലക്ഷനിൽ നിൽക്കണതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് മലയാളം തമിഴും തെലുങ്ക് എല്ലാവരുമായിട്ട് ഇതുണ്ട്. ഇനിയിപ്പോൾ മറ്റുള്ളവരായിട്ട് എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. മമ്മൂക്ക ലാലേട്ടൻ്റെ കൂടെയൊക്കെ സുരേഷ് ഏട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചു. പിന്നെ ഇപ്പോൾ വലിയ പടങ്ങളിൽ ചെറിയ വേഷങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം വിജയണ്ണൻ്റെയും കൂടെ അതിനു വേണ്ടി മുടി വളർത്തിയത്. വിഗിലിൻ്റെ ഓഡീഷന് പോയി, ലിയോൻ്റെ പോയി, അതൊന്നും കിട്ടിയില്ല. അതാണ് ഒരു ആഗ്രഹം. ഇപ്പോൾ ആൾ ഇലക്ഷനിൽ നിൽക്കണതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ കിട്ടുന്ന പണിക്ക് എല്ലാവിടെയും ഇപ്പൊ ഞാനിവിടെ അന്നൊരു 150 പേർക്കോളം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിന് മോന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഞാനും കുറച്ചിട്ട് കൂട്ടുകാരും വരുന്ന. അപ്പോൾ അവരിനെ കൊണ്ട് നമ്മളൊരു കുറച്ച് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുള്ള വിശ്വാസവും നമ്മൾ ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും പോയി ചോദിച്ച പൈസ ഇല്ല. ആ ഒരു വിശ്വാസം കൊണ്ട് കിട്ടുന്ന എല്ലാ പണിക്കും ഞാൻ പോകാറുണ്ട്. അല്ലാതെ ഇവര് കളിയാക്കുന്ന പോലെ ഒന്നല്ല. ഏറ്റവും കൂടുതൽ അവൻ വിഷമിക്കുന്ന ഒരു കാര്യം ജോസ് പെരേരയും ആറാട്ടണ്ണനെയൊക്കെ വെച്ച് അവനെ കമ്പയർ ചെയ്യുന്നതാണ്. അവൻ ഒരിക്കലും ജോസ് പെരേരയെ പോലെ ആറാട്ടണ്ണനെ പോലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവര് കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവരും നമ്മൾ ലൈവായിട്ട് കാണുന്നതാണ്. പക്ഷെ അതുപോലെയല്ല ഉണ്ണിക്കണ്ണന്റെ കാര്യം. ഉണ്ണിക്കണ്ണൻ കുറച്ചെങ്കിലും ഒരു നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 10 പേർക്കെങ്കിൽ 10 പേർക്ക് ഭക്ഷണം കൊടുത്ത ഈ കൈയാണത്. അപ്പോൾ അവനെ കളിയാക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക, അവന് അവൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവൻ പ്രയത്നിക്കുന്നത്. പക്ഷെ അത് അവൻ അവൻ്റെതായ ശൈലിയിൽ അവൻ്റെതായ രീതിയിൽ അവൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. അത് മറ്റുള്ളവർക്ക് കളിയാക്കലുകളായിട്ട് തോന്നാം, പക്ഷെ അവൻ അതൊരു ലക്ഷ്യമാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യണം.